3 വ്യത്യസ്ത തരത്തിലുള്ള ഫിലിംസ്. ഒന്നൊരു ജീവിതം, രണ്ടാമത്തത് ഒരു ഡോക്യുമെൻ്ററി, മൂന്നാമത്തത് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ നേർക്കാഴ്ച. അത് സിനിമയോ ഒന്നുമല്ലല്ലോ, അത് ജീവിതം തന്നെയല്ലേ. ഇതുപോലത്തെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് കാണിച്ചു തരുന്നത് നേർക്കാഴ്ച തരുന്നത്. ഞാനൊരു കൊച്ചു താരമാണ്, അതുകൊണ്ട് എനിക്ക് അഭിനയത്തെ പറ്റി ഞാൻ കൂടുതൽ പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം നിങ്ങൾ 3 സംവിധായകർ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കാണാൻ വരുന്നുണ്ട്. എന്തോ എനിക്കൊരു പ്രത്യേകത അതിന് തോന്നിയിരുന്നു. ഞാൻ 50ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച വ്യക്തിയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത വ്യക്തിയാണ്. പക്ഷേ ആ 50ാമത്തെ വയസ്സിൽ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ എല്ലാവരും ചോദിച്ചു, ഈ പ്രായത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു, എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാനാണോ? പക്ഷെ ഞാനൊരു പ്രയാസമില്ലാതെ ആദ്യ ചാൻസിൽ തന്നെ ലൈസൻസ് എടുത്തു. പക്ഷെ ഇപ്പോൾ ഓടിപ്പിക്കില്ല മകളെ, അത് വേറെ കാര്യം, അവന് പേടിയാണ്. പിന്നെ അതിൽ ഓരോരുത്തരും അവരുടേതായ കഥാപാത്രങ്ങൾ നല്ല ഭംഗിയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേടിയും വിഷമങ്ങളും ബ്രീത്തെടുക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനർ ബ്രീത്തൊന്നും ആവശ്യമില്ല, മനസാന്നിധ്യക്കുറവിൻ്റെ ആരായിരുന്നു അതൊക്കെ. പക്ഷെ ആ കുട്ടിക്ക് 15 വയസ്സ് വരെ ആ കുട്ടിയെ ചട്ടം പഠിപ്പിച്ച് വളർത്തിയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് 15 വയസ്സിലെ കാര്യങ്ങളും മറന്നു പോയപ്പോൾ ആ കുട്ടിക്ക് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് കാണുന്നത്. അപ്പൊ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നല്ലത് ചീത്തയും പറഞ്ഞു കൊടുക്കണമെങ്കിലും ഭയപ്പെടുത്തി പഠിപ്പിക്കരുത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ആ കുട്ടിക്ക് ടെൻഷൻ വരാൻ കാരണം. പിന്നെ നക്സൽ ഡോക്യുമെൻ്ററി, അജിതയുടെ കാര്യം ഒരുപാട് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ക്ഷേത്രത്തിൽ പോകാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ചോദിക്കും, നീ അജിതയാവാനുള്ള ഭാവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. കാരണം അജിത ആരാണെന്ന് എനിക്ക് വളരെ ചെറുപ്പം മുതലേ കുഞ്ഞിലേ മുതലേ അറിയാം. പക്ഷെ അജിതയെ ഒരു വല്ലാത്തൊരു ദുഷ്ടസ്ത്രീയായിട്ടാണ് ഞാൻ അന്നൊക്കെ കണ്ടിരുന്നത്. കാരണം അങ്ങനെ ആയിരുന്നല്ലോ ചിത്രീകരിച്ചിരുന്നത്. മാക്സൻ ബാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഇതായിരുന്നു. പക്ഷെ ഇന്നെനിക്ക് തോന്നുന്നത് അജിതയായിരുന്നു ശരി. ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അജിതയുടെ നക്സലിസമൊക്കെ ആയിരുന്നു ശരി എന്നെനിക്ക് ഇപ്പോൾ സത്യം അറിയേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. മൂന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതം വളരെ ഭംഗിയായിട്ട് ആ വ്യക്തിയെ കാണിച്ചിരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വീടും ഒരു മരണം കുറിച്ചോതുന്ന വീട് പോലെ, ഒരു നിശബ്ദത, ഒരു മരണത്തെ കാത്തിരിക്കുന്ന പോലെ ഒരു തോന്നൽ വരുന്ന ഒരു അന്തരീക്ഷം. ആ മനുഷ്യൻ ബീഡി വലിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റുകുറ്റമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി ആട്ട് പുഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഡെഡ് ബോഡിക്ക് അത് സ്പർശിക്കാൻ പോലും ആരെ കൊണ്ട് സാധിക്കും? അങ്ങനെ ഒരു അഴുകിയ ഒരു ശരീരമായിരിക്കും അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുവരെ അദ്ദേഹം കൂടെ ഇരുന്ന് കൊണ്ടുവരുന്ന ആ അവസ്ഥ. ഇദ്ദേഹവും മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന മറ്റ് ജീവിതങ്ങളെ പറ്റി ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്യുമോ? ഇത് അവരുടെ കൂടെ ഉറങ്ങുന്ന ആ സ്ത്രീയെയും ആ കുടുംബത്തെയും ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് സത്യമല്ല, അല്ലാതെ ഇതൊരു കഥയോ സിനിമയോ ഒന്നും അല്ലല്ലോ. സത്യത്തെ നമ്മൾ കാണിച്ചു തരാണ്. അപ്പൊ നമുക്കും നല്ല മനുഷ്യരാകാനോ ഇതുപോലെയൊക്കെ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 3 പേർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമസ്തേ.